കരൂർ ദുരന്തത്തിൽ 2 TVK പ്രവർത്തകർ റിമാൻഡിലായി. TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ, കരൂർ സൗത്ത് സിറ്റി ട്രഷറർ പൗൻരാജ് എന്നിവരെയാണ് കരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കേസ് പരിഗണിക്കവേ TVKയെ കോടതി രൂക്ഷമായി വിമർശിച്ചു. 1 മണിക്കൂർ നീണ്ടുനിന്ന വാദപ്രതിവാദത്തിൽ പലതവണ പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഏറ്റുമുട്ടി. സുരക്ഷ ഒരുക്കേണ്ടിയിരുന്നത് പോലീസാണെന്നും പോലീസ് വീഴ്ചയാണ് അപകട കാരണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. എന്നാൽ പോലീസ് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഇതോടെ TVKയോട് കോടതി തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു. വിജയെ കാണാൻ പാർട്ടിക്കാരല്ലാത്തവരും വരുമെന്ന് അറിഞ്ഞുകൂടെയെന്നും 10,000 പേർ വരുമെന്ന് പിന്നെ എങ്ങനെ കണക്കാക്കിയെന്നും കോടതി ചോദിച്ചു. വാദത്തിനൊടുവിൽ മതിയഴകനെയും പൗൻരാജിനെയും ഒക്ടോബർ 14 വരെ റിമാൻഡ് ചെയ്തു. കരൂർ ദുരന്തത്തിൽ സമൂഹമാധ്യമങ്ങളുടെ വ്യാജപ്രചാരണം നടത്തിയ കേസിൽ മറ്റു 3 പേരെയും റിമാൻഡ് ചെയ്തു. 2 TVK പ്രവർത്തകരെയും 1 BJP പ്രവർത്തകനെയുമാണ് റിമാൻഡ് ചെയ്തത്. 30-ലധികം പേർ അറസ്റ്റിലായിട്ടുണ്ട്. 24 കരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.